പരുന്തുംപാറയിലെ മനോഹര കാഴ്ച കണ്ടതിന് ശേഷം ഞങ്ങൾ വാഗമൺ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോഴാണ് ഒരു ബൈക്ക് മലമുകളിലേക്ക് കയറി പോകുന്നത് കണ്ടത്. ഒന്നും നോക്കിയില്ല, ഞങ്ങൾ പിന്നാലെ കൂടി. ബുള്ളറ്റ് പുട്ടുപോലെയാണ് കയറ്റം കയറി മുകളിലേക്ക് പോയത്. മുകളിൽ എത്തുമ്പോഴുള്ള കാഴ്ച ഒന്നും പറയാനില്ല, അതിമനോഹരമായിരുന്നു. ഏതായാലും കുന്നു കയറി ഇവിടം വരെ എത്തിയത് നഷ്ടമായില്ല. മനോഹരമായ കാഴ്ചയാണ്. കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മലനിരകൾ ഇങ്ങനെ ഒറ്റ ഫ്രെയിമിൽ കാണാൻ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. ശരിക്കും ഈ പരുന്തുംപാറ വ്യൂ പോയിന്റിൽ നിന്നാൽ നമുക്ക് കമ്പം, തേനിയും അതോടൊപ്പം തന്നെ തമിഴ്നാട് സ്റ്റേറ്റിന്റെ വിവിധ ഭാഗങ്ങളും കാണാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ മകരജ്യോതി തെളിയുന്ന സമയത്ത് അതും കാണാൻ സാധിക്കും എന്നതാണ് ഈ പരുന്തുംപാറ വ്യൂ പോയിന്റിന്റെ മറ്റൊരു പ്രത്യേകത. അതോടൊപ്പം ഏകദേശം 1400 മീറ്റർ സീ ലെവലിൽ നിന്നും ഉയരത്തിലായിട്ടാണ് പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു 6 കിലോമീറ്റർ ആയിരുന്നു ദൂരം എന്നത്. അത് പീരുമേടിൽ നിന്നാണ് പരുന്തുംപാറയിലേക്ക് 6 കിലോമീറ്റർ, വാഗമണിലേക്ക് അതിൽ കൂടുതൽ ദൂരമുണ്ട്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് നേരെ വാഗമണിലേക്കാണ്. പരുന്തുംപാറയിൽ നിന്നും നേരെ നമ്മളിനി കുട്ടിക്കാനം വാഗമൺ റൂട്ടിലെ ഹൈവേയിലേക്ക് ഇറങ്ങണം. ഹൈവേയിൽ നിന്നും കുറച്ചു ദൂരം പോകുമ്പോൾ ഏലപ്പാറ ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് കട്ട് ചെയ്താണ് വാഗമണിലേക്ക് പോകേണ്ടത്. ആ പോകുന്ന വഴിക്കുള്ള ഒരു മനോഹരമായ കാഴ്ചയാണിത്. ബൈപ്പാസിൽ നമ്മൾ ആ റോഡിന്റെ സൈഡിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് വാഗമണിലേക്കുള്ള ആ റൂട്ട് നമുക്കൊന്ന് കാണാം. താഴെ കൂടി ഒരു ജീപ്പ് പോകുന്നതാണ്ടോ, തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ആ റോഡിലൂടെ. എന്ത് മനോഹരമായ കാഴ്ചയാണ്. ആ വഴി കൂടെയാണ് നമുക്കിനി പോകേണ്ടത്. അടുത്ത ജംഗ്ഷൻ ഏലാപ്പാറ. ഏലാപ്പാറയിൽ നിന്നും യൂട്ടേൺ അടിച്ച് നമുക്കിനി ആ റോഡ് വഴിയാണ് പോകേണ്ടത്. ഇതാണ് ഏലാപ്പാറ ടൗണ്. ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്നും യൂട്ടേൺ അടിച്ചിട്ടാണ് നമുക്ക് നേരെ വാഗമണിലേക്കും അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ടയിലേക്കൊക്കെ പോകേണ്ട റൂട്ടാണിത്. കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന വാഗമൺ. മനോഹരമാണ് വാഗമണിന്റെ കാഴ്ചകൾ. ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളും മൊട്ടക്കുന്നുകളും പൈൻ ഫോറസ്റ്റും ഒക്കെയായി മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ശരിക്കും പറഞ്ഞാല് വാഗമണ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന, മനുഷ്യവാസം തീരെ ഇല്ലാതിരുന്ന ഒരു ഭൂപ്രകൃതിയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ. 926 മുതലാണ് ഇവിടെ ഈ ടീ പ്ലാന്റേഷൻ ആരംഭിക്കുന്നതും ഇവിടേക്ക് കുടിയേറ്റം, ആളുകൾ താമസിക്കാൻ ജനവാസ മേഖലയായി മാറുന്നതും. 930കളോടുകൂടി തന്നെ വളരെ വ്യാപകമായ രീതിയിൽ ടീ പ്ലാന്റേഷൻ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3600 അടി ഉയരത്തിലായിട്ടാണ് ഈ പ്രദേശമുള്ളത്. വെസ്റ്റേൺ ഗട്ട്സിന്റെ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടാണ് ഈ ഭൂപ്രകൃതി എല്ലാം തന്നെ. മനോഹരമായ കാഴ്ചകളാണ് അവ നമുക്ക് സമ്മാനിക്കുന്നത്. വാഗമൺ മാത്രമല്ല, മൂന്നാറും കൊടൈക്കനാലും ഊട്ടിയും എന്ന് വേണ്ട ഇന്ത്യയിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് പ്ലേസസുകളും ഇത്തരം ടീ പ്ലാന്റേഷനും റബ്ബർ പ്ലാന്റേഷനും അത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള കൃഷികൾ കൊണ്ട് ഇത്തരം ഭംഗി ആക്കിയെടുത്തത് മിക്കതും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലായിരുന്നു. അവരുടെ വേനൽക്കാല വസതികളും ഒഴിവ് സമയങ്ങളിൽ അവർ സ്പെൻഡ് ചെയ്യുന്ന ധാരാളം ബംഗ്ലാവുകളും കൊട്ടാരങ്ങളും ഇത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനായ കോലാഹലമേട് അഥവാ തങ്ങൾപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലാണ് എത്തിയിരിക്കുന്നത്. ഞാൻ ഇതുവരെ വാഗമൺ ധാരാളം വന്നിട്ടുണ്ട് എങ്കിലും ഇതുവരെ പോയിട്ടില്ലാത്ത, കയറിയിട്ടില്ലാത്ത, നിങ്ങളിൽ പലരും അങ്ങനെ കയറിയിട്ടില്ലാത്ത ഒരു സ്ഥലമായിരിക്കും ഈ കോലാഹല മേട്. എന്നാ പിന്നെ നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും കണ്ടാലോ. ഈ തങ്ങൾപ്പാറ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനേക്കാൾ ഉപരി ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രം കൂടിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് ഫരീദുദ്ദീൻ എന്ന സൂഫി വര്യൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തി അദ്ദേഹം ഇവിടെ കേന്ദ്രമാക്കി അദ്ദേഹത്തിന്റെ മതപരമായ നമസ്കാരങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ആചാരകർമ്മങ്ങളും നിർവഹിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ തങ്ങൾപ്പാറ. അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങൾപ്പാറ ഈ വ്യൂ പോയിന്റിലേക്ക് കയറുന്നതിന്റെ വലത്തെ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു നമസ്കാര പള്ളി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം നമസ്കാര സൗകര്യമുള്ള, പ്രാർത്ഥനാ സൗകര്യമുള്ള ഒരു ചെറിയ പള്ളി നമുക്ക് അവിടെ കാണാൻ സാധിക്കും.
ബൈക്ക് പാർക്ക് ചെയ്ത ബേസ് പോയിന്റിൽ നിന്നും 1 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് മുകളിൽ എത്തിയാൽ നമുക്ക് തങ്ങൾപ്പാറ കാണാൻ സാധിക്കും. വളരെ ചെങ്കുത്തായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ തങ്ങൾപ്പാറ. തുടക്കത്തിൽ കുറച്ചൊരു സ്ലോപ്പായിട്ട് നമുക്ക് കയറാമെങ്കിലും കുറച്ച് മുകളിലേക്ക് കയറുമ്പോൾ അതിന്റെ ഘടന മാറും. കുറച്ചും കൂടി ഗ്രിപ്പുള്ള പാറയായതുകൊണ്ട് നമുക്ക് നടന്ന് കയറുന്നതിന് ബുദ്ധിമുട്ടില്ല. എന്നാൽ കുറച്ച് പ്രായമായ ആളുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ മഴയുള്ള സമയത്താണെങ്കിലും വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഈ മല കയറാൻ, ഈ വ്യൂ പോയിന്റിലേക്ക് കയറാൻ. കാരണം ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും ഇവിടെ ഇല്ല. ശരിക്കും ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് നടന്നു പോകുന്നതിന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് വഴി. ആ വഴി കൂടി പോയാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഇത് കയറി മുകളിലേക്ക് എത്താൻ സാധിക്കും. 14 വയസ്സുള്ള പയ്യൻ്റെ കുഴഞ്ഞവിടെ ഇരുന്ന് 37 വയസ്സുള്ള ഞാനിവിടെ പയറുപോലേക്കുന്നു. എഴുന്നേറ്റാ പയറുപോലേക്കുന്നു, ചെറുതാട അണയ്ക്കുന്നല്ലേ ഉള്ളു. മുഴുവനും കയറിയിട്ടില്ല, പകുതി ആയപ്പോൾ അവസ്ഥയാണ് നിങ്ങൾ കണ്ടത്. ശരിക്കും നല്ല അണപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്ത് അവിടെ ഇരുന്നു. ഞങ്ങളല്ല, കയറിയ പല ആളുകളും ഈ ഭാഗം എത്തുമ്പോഴേക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ മുകളിലേക്ക് കയറുന്നത്. പക്ഷേ കാഴ്ച ഒന്നും പറയാനില്ല, അതിമനോഹരമായ കാഴ്ചയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വാഗമണ്ണിന്റെ ചുറ്റുവട്ടവുമുള്ള മുഴുവൻ പ്രദേശങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പൈൻ ഫോറസ്റ്റും അതോടൊപ്പം തന്നെ മെഡോസും മൊട്ടക്കുന്നുകളും ഒക്കെ തന്നെ ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും എന്നതാണ് ഈ തങ്ങൾപ്പാറയുടെ മറ്റൊരു പ്രത്യേകത. കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്തതിന്റെ എനർജിയുടെ ബലമാണെന്ന് തോന്നുന്നു ബിലാൽ പുട്ടുപോലെ മുകളിലേക്ക് കയറിയത്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് എത്തി. ഇതാ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റുവട്ടവും നല്ല അടിപൊളി കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വാഗമണ്ണും പരിസര പ്രദേശങ്ങളും സൺസെറ്റ് ഒക്കെ ഇവിടെ നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ആ ഒരു വ്യൂ. ഇതാ നോക്കി അങ്ങോട്ടേക്കുള്ള ഒരു വ്യൂ. നമ്മൾ കയറി വന്ന വഴിയാണ് ആ കാണുന്നത്. എന്ത് രസമാണെന്ന് നോക്കെ. ഇത് കയറാതെ മിസ് ചെയ്ത് പോയിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായെന്ന് ഇത് കയറി കഴിഞ്ഞപ്പോൾ തോന്നി. അങ്ങ് താഴെ ചെറിയൊരു ലേക്കിന്റെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമാണ് ആ ലേക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാനായിട്ട്. അങ്ങ് ദൂരെ വാഗമണ്ണിന്റെ ടൗണും പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ, ആ മലനിരകളൊക്കെ തന്നെ ഇങ്ങനെ പച്ചപ്പിൽ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലും വല്ലാത്തൊരു അനുഭവമാണ് നമുക്കത് സമ്മാനിക്കുക. പശ്ചിമഘട്ട മലനിരകളാണ് നമുക്കിങ്ങനെ ഇത്ര ഹൈറ്റിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. 3 കുന്നുകളായിട്ടാണ് ഈ തങ്ങൾപ്പാറ ഉള്ളത്. അങ്ങനെ ഏറ്റവും അവസാനത്തെ മലയാണ് ഞങ്ങൾ കയറുന്നത്. ഇതാ ഈ ആരോ മാർക്ക് ഇട്ടേക്കുന്നുണ്ടോ, ആ സൈഡിൽ കൂടി പോയാൽ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഈ മലകളൊക്കെ നടന്ന് കയറാൻ സാധിക്കും. അതിനപ്പുറത്തൂടെ ഇപ്പുറത്തൂടെയും വഴികൾ ഒരുപാട് ആളുകൾ നടന്ന് കയറുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി റിസ്കിയാണ്. കാരണം പ്രത്യേകം കമ്പിയൊന്നും കെട്ടി തിരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ താഴേക്ക് വീണാൽ മരണം ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും വേണ്ട. ആ 3ാമത്തെ മല കയറി മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇതാ കമ്പി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാം. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അറിയില്ല, അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഷെയ്ഖ് ഫരീദുദ്ദീൻ അദ്ദേഹം നമസ്കരിച്ച സ്ഥലവും ആ തങ്ങൾപ്പാറയൊക്കെ ഉള്ളത്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. ശരിക്കും ദാ ഇവിടെ നിൽക്കുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമാണ്, ഒന്നും പറയാനില്ല. നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ പശ്ചിമഘട്ട മലനിരകളും വാഗമണ്ണിന്റെ പരിസര പ്രദേശങ്ങളും താഴ്വാരങ്ങളും ഒക്കെ തന്നെ ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അതിമനോഹരമായ കാഴ്ച. അത് ആസ്വദിക്കലാണല്ലോ പരമപ്രധാനം. വൈകുന്നേരത്തെ വെയിലേറ്റ് തിളങ്ങി നിൽക്കുന്ന വാഗമണ്ണിനെയാണ് നമ്മൾ കാണുന്നത്. മനോഹരമായ കാഴ്ച അല്ലേ? കാഴ്ച കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അസ്തമയത്തിന് മുമ്പ് ഞങ്ങൾക്ക് പാഞ്ചാലിമേട്ടിൽ എത്തേണ്ടതുണ്ട്. പെട്ടെന്ന് തന്നെ മലയിറങ്ങി ബൈക്കെടുത്ത് പാഞ്ചാലിമേട് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് തന്നെയാണ് വാഗമണ്ണിന്റെ പ്രധാന അട്രാക്ഷൻസ് ആയ മെഡോസും പൈൻ ഫോറസ്റ്റും ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ ഉള്ളത്. പക്ഷെ ഇന്നുകൊണ്ട് അത് കണ്ടു തീർക്കാനാവില്ല എന്നതുകൊണ്ട് അതൊക്കെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയാണ് ഞങ്ങൾ പാഞ്ചാലിമേട്ടിലേക്ക് പോകുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ പാഞ്ചാലിമേട് നമ്മൾ തിരികെ പോകുന്ന വഴിക്കായതുകൊണ്ടാണ്. ഈ മനോഹരമായ മെഡോസിന്റെ കാഴ്ച പോകുന്ന വഴിക്കുള്ളതാണ്. അപ്പോ പാഞ്ചാലിമേട്ടിൽ എത്തിയിട്ട് അവിടുത്തെ അസ്തമയം കണ്ട് അവിടെ നിന്ന് കൊല്ലത്തേക്ക് മടങ്ങുക എന്നതാണ് ഞങ്ങളുടെ പ്ലാൻ. ആഴ്ചയിലെ അവധി ദിവസങ്ങളാണ് യാത്രക്കായി തിരഞ്ഞെടുക്കുന്നത്. അതാണ് പലപ്പോഴും ഒരു പ്രധാന ലൊക്കേഷനിലെ മുഴുവൻ വ്യൂ പോയിന്റ്സും കവർ ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. എന്നാലും അടുത്ത യാത്രകളിലായി അവയൊക്കെ തന്നെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ
നമുക്ക് യാത്രകൾ പ്ലാൻ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുമ്പോഴാണ് ഈ വൈകുന്നേരത്തെ ഇളം വെയിലേറ്റ് ഒരു ചായ കുടിച്ചാലോ എന്ന ചിന്ത മനസ്സിലേക്ക് ഓടിയെത്തിയത്. അപ്പോഴാണ് ഞങ്ങളെ മുന്നിലേക്ക് ഇതാ ബജിക്കട എന്ന് പറയുന്ന ചെറിയൊരു തട്ടുകട പ്രത്യക്ഷപ്പെടുന്നത്. മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായി ഒരു ബജിക്കട. എന്നാൽ പിന്നെ നമുക്കൊരു ചായ കുടിച്ചിട്ട് യാത്ര തുടരാം. ആ ബജിക്കട നിൽക്കുന്ന പോയിന്റാണ്, അതിനാണ് പ്രത്യേകത. അതിമനോഹരമായ വ്യൂ, തൊട്ടു മുന്നിൽ തന്നെ മനോഹരമായ കാഴ്ച, വൈകുന്നേരത്തെ ഇളം വെയിൽ, ആ തണുത്ത അറ്റ്മോസ്ഫിയറിൽ ആ വെയിലൊക്കെ ഏറ്റി ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഫീലാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ബജി മാത്രമേ ഉള്ളൂ എന്നതാണ് പ്രത്യേകത. വേറെ ഉഴുന്നോടെയോ ഉള്ളിവടയോ ഒന്നും കിട്ടത്തില്ല. ബജി ഐറ്റംസ്, മുളക് ബജിയും മുട്ട ബജിയൊക്കെയാണ് നമുക്ക് ലഭിക്കുക. അങ്ങനെ ബജിക്കടയിലെ ചൂട് ബജിയും ചായയൊക്കെ കഴിച്ച് ഉന്മേഷത്തോടു കൂടി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു പാഞ്ചാലിമേട്ടിലേക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പാഞ്ചാലിമേട്ടിലേക്കും വാഗമണിലേക്കൊക്കെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ധാരാളം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ട്രെയിൻ മാർഗം വരികയാണെന്നുണ്ടെങ്കിൽ കോട്ടയത്തോ തിരുവല്ലയിലോ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് KSRTC വഴി നമുക്ക് കുട്ടിക്കാനത്തേക്കും വാഗമണിലേക്കൊക്കെ എളുപ്പത്തിൽ എത്താൻ സാധിക്കും. കോട്ടയത്ത് നിന്നും ഒരു 1.5 മണിക്കൂർ മാത്രമാണ് ബസ് യാത്ര. ഏകദേശം ഒരു 450 രൂപയോളം ആവും നമുക്ക് ബസ് ചാർജ്. ഇപ്പൊ ഈ ഫെബ്രുവരി മാസത്തിൽ KSRTC പുതിയ ഒരു പാക്കേജ് കൊണ്ടുവരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് അടക്കം വാഗമണ്ണിലേക്ക് ടൂർ പാക്കേജുകൾ അവൈലബിൾ ആണ്. 1130 രൂപയാണ് കൊല്ലത്ത് നിന്നും വാഗമണ്ണിലേക്കുള്ള KSRTC യാത്രയ്ക്ക് ഈടാക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ തന്നെയാണ് ഈ പാഞ്ചാലിമേടും സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ദേശീയപാത 183 മുറിഞ്ഞമൂഴി പുഴയിൽ നിന്ന് കണങ്കവയൽ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടൊക്കെ ഉള്ള ഏരിയ തന്നെയാണ്. അതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഈ പാഞ്ചാലിമേടിൽ എത്താവുന്നതാണ്. ഈ പാഞ്ചാലിമേട് ക്രിസ്ത്യൻ മതവിഭാഗത്തിനും അതുപോലെ തന്നെ ഹിന്ദു മതവിഭാഗത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് ദുഃഖവെള്ളി പോലെയുള്ള ദിവസങ്ങളിൽ ധാരാളം ക്രിസ്ത്യൻ വിശ്വാസികൾ ഈ കുരിശുമലയിലേക്ക് ഒരു തീർത്ഥാടനം പോലെ പതിവായി എത്താറുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ചരിത്രം ഈ സ്ഥലത്തിനെ ചേർത്ത് പറയുന്നുമുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ശബരിമല സീസണിൽ ധാരാളം അയ്യപ്പ ഭക്തർ ഇവിടെ എത്തുകയും മകരജ്യോതി തെളിയിക്കുന്ന സമയത്ത് അത് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് പാഞ്ചാലിമേടിന്റെ മറ്റൊരു സവിശേഷത. സൂര്യൻ അസ്തമിക്കുന്ന സമയത്തെ ആ ഒരു കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ് പശ്ചിമഘട്ട മലനിരകളുടേത്. അങ്ങ് കാലങ്ങൾക്കപ്പുറമുള്ള കാഴ്ച വരെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും എന്നതാണ് ഈ പാഞ്ചാലിമേടിൻ്റെ സൗന്ദര്യം. ഒന്നും പറയാനില്ല, അടിപൊളി വ്യൂ ആണ്. ഇനിയും കുറച്ച് മുന്നോട്ടേക്ക് നടക്കാനുണ്ട്. നമുക്ക് മുകളിലേക്ക് കയറും തോറും ആ സൂര്യാസ്തമയ കാഴ്ചകളുടെ ഭംഗി കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 20 രൂപ ടിക്കറ്റ് നിരക്കിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6:30 വരെ നമുക്ക് ഈ പാഞ്ചാലിമേട് വ്യൂ പോയിന്റിൽ പ്രവേശിക്കാൻ സാധിക്കും. ഏറ്റവും ബെസ്റ്റ് ടൈം ഒന്നുകിൽ സൂര്യോദയ സമയത്തോ അല്ലെങ്കിൽ സൺസെറ്റ് സമയത്തോ നിങ്ങൾ പാഞ്ചാലിമേട് വിസിറ്റ് ചെയ്യുന്നതാവും അനുയോജ്യം. അല്ലാത്ത സമയത്ത് വന്നാലും പ്രശ്നമൊന്നുമില്ല. നല്ല തണുത്ത കാറ്റ് എപ്പോഴും വീശുന്ന ഒരു സ്ഥലം തന്നെയാണ് പാഞ്ചാലിമേട്. സൂര്യൻ മലകളുടെ മറവിലേക്ക് അസ്തമിക്കുന്ന മനോഹരമായ കാഴ്ച, ഇളം മഞ്ഞ നിറത്തിലുള്ള അതിൻ്റെ അവശേഷിപ്പ് നമുക്ക് ആകാശത്ത് കാണാം. അതിമനോഹരമായ കാഴ്ചയാണ്. സൂര്യാസ്തമയം കാണാനായി അവിടെ സെറ്റ് ചെയ്തിരുന്ന ബെഞ്ചിൽ ഞങ്ങൾ കുറേ നേരം ഇരുന്നു. എത്ര നേരം ഇരുന്നു എന്ന് അറിയില്ല. നടന്ന് കയറിയതിൻ്റെ ക്ഷീണമൊക്കെ മാറി ആ സൂര്യാസ്തമയമൊക്കെ മതിയാവോളം ഞങ്ങൾ ആസ്വദിച്ചതിന് ശേഷമാണ് അവിടെ നിന്നും മടങ്ങിയത്. പ്രകൃതി ഭംഗി പരമാവധി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മറ്റ് ഭാഗങ്ങളുടെ വിഷ്വൽസ് ഉൾപ്പെടുത്താഞ്ഞത്. പ്രധാനമായും പുതുതായി ആരംഭിച്ച സിപ്ലൈൻ പോലെയുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ക്ഷേത്ര മാതൃകയിലുള്ള ഒരു ക്യാൻറ്റീനും ശൗചാലയം ഒക്കെ ചേർന്ന ഒരു കെട്ടിടം നമ്മൾ വരുന്ന എൻട്രി ഭാഗത്തുമുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ നോർമലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അതിൻ്റെ ഒരു ഭാഗമാണ്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ.